ദൃശ്യം 3 സിനിമയുടെ ഭാഗത്തുനിന്നൊരു പുതിയൊരു പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയതിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ പോസ്റ്റർ നോക്കി തന്നെ നമുക്കറിയാം ജോർജ് കുട്ടി എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന രീതിക്കത്തെ ഒരു പോസ്റ്ററാണ് ഇറങ്ങിയിരിക്കുന്നത്. ഉറപ്പായിട്ടും ഫസ്റ്റിലും സെക്കൻഡിലെ പോലെ തന്നെ ഇതിനകത്തും ആണെങ്കിലും നമ്മളെ കുറച്ച് ഇട്ട് പട്ടം കറക്കുന്ന പരിപാടികൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട. പിന്നെ എനിക്ക് ഈ പോസ്റ്റർ കണ്ടപ്പോൾ വേറൊരു കാര്യം കൂടെ ഓർമ്മ വന്നു. എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും, ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയിലാണെങ്കിൽ അതിൻ്റെ ഒരു പോസ്റ്റർ വന്നപ്പം പുള്ളി ഇലകൾക്കിടയിലൂടെ ഇങ്ങനെ ഒന്ന് ചെറിയൊരു പേടിയോടെ കൂടി ഇങ്ങനെ നോക്കുന്ന രീതിക്കത്തെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ആ പോസ്റ്റർ ഓർമ്മ കണ്ടു ഇത് കണ്ടപ്പോഴത്തേക്കിനും. എന്തായാലും അതിനകത്തേക്കാളിലൊക്കെ ജോർജ് കുട്ടിയാണ് ഇപ്പം കുറച്ചും കൂടെ ഒന്ന് എല്ലാത്തും പഠിച്ചിട്ടുണ്ട്. കാരണം പുള്ളിക്കാരനാണെങ്കിൽ ഇപ്പോൾ അത്ര എക്സ്പീരിയൻസ് ആയി പോലീസുകാരെ പറ്റിച്ച്. അപ്പോൾ ഇതിനകത്താണെങ്കിൽ പുള്ളി കുറച്ചുകൂടെ വേറൊരു ലെവലിലായിരിക്കും നമ്മളെ ഉൾപ്പെടെ ആണെങ്കിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പിന്നെ ഈ സിനിമയുടെ ആണെങ്കിൽ തിയേറ്റർ ചാർട്ടിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വൻ തിയേറ്റർ ചാർട്ടിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരാണെങ്കിൽ എമ്പുരാൻ ലെവൽ തിയേറ്റർ ചാർട്ടിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ഒരു ഓഡിയൻസ് വരുന്ന രീതിക്കത്തെ വലിയ തിയേറ്ററുകളെല്ലാം പുള്ളി ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം കേരളത്തിൽ തന്നെ ഒരു 95% തിയേറ്ററും പുള്ളിയാണെങ്കിൽ ഈ സിനിമയ്ക്ക് വേണ്ടി ചാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും അത് കിട്ടിയില്ലല്ലോ ഉള്ള അത്ഭുതം. കാരണം ഈ ഒരു സിനിമയുടെ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. മോഹൻലാൽ എന്നുള്ളൊരു ബ്രാൻഡ് അല്ലാതെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. ദൃശ്യം എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് വാല്യൂ. ആ ഒരു ബ്രാൻഡ് വാല്യൂ ഒന്നും കൂടെ ഉയർന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിലോട്ട് വരുമ്പോഴത്തേക്കിനും. സംവിധായകൻ ജിത്തു ജോസഫിൻ്റെ മുമ്പത്തെ കുറച്ച് ചിത്രങ്ങളാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച അത്ര ഉയർന്നില്ലെങ്കിലും ദൃശ്യം 3 ഉറപ്പായിട്ടും ഒരു വമ്പൻ ഹിറ്റാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജിത്തു ജോസഫിൻ്റെ ഒരു വലിയൊരു തിരിച്ചുവരവായിരിക്കും ദൃശ്യം 3 എന്നുള്ള കാര്യത്തിലും നമുക്കൊരു സംശയം വേണ്ട. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഏപ്രിൽ 2-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസാകുന്നത്. പിന്നെ വാഴ എന്ന് പറഞ്ഞ ചിത്രമായിട്ട് ക്ലാഷ് റിലീസാണ്. എങ്കിലും തിയേറ്റർ ചാർട്ടിങ്ങിൽ വെച്ച് നോക്കുമ്പം സിനിമയ്ക്കാണ് ഭയങ്കര ലെവലിൽ പരിപാടികളൊക്കെ നടക്കാൻ പോകുന്നത്. ദൃശ്യത്തിനാന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. തിയേറ്റർ ചാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ എമ്പുരാൻ സിനിമയ്ക്ക് മുകളിൽ പോകുമോ എന്നാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു സംശയവും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ആദ്യത്തെ ദിവസം എത്രത്തോളം കളക്ഷൻ ഈ സിനിമയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. ചോദ്യചിഹ്നം എന്ന് പറയുന്നത് എമ്പുരാന് മുകളിൽ പോകുമോ അല്ലെങ്കിൽ എമ്പുരാന് താഴെ വരുമോ എന്നുള്ള സംഭവമാണ്. ഫസ്റ്റ് ഡേ 100 കോടിയൊക്കെ അടിക്കുവാണെങ്കിൽ വേറെ ലെവൽ സംഭവമായിരിക്കും നടക്കാൻ പോകുന്നത്. പടം പോസിറ്റീവ് കൂടെ ആണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. മോഹൻലാൽ എന്ന് പറഞ്ഞൊരു ആക്ടറിൻ്റെ സിനിമയ്ക്ക് പോസിറ്റീവ് കേരളത്തിൽ കിട്ടിക്കഴിഞ്ഞുള്ള അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും ഈ ഒരു സിനിമ വലിയൊരു വിജയമായി മാറുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ലാലേട്ടനാണെങ്കിൽ ഈ ഒരു ക്യാരക്ടർ നല്ല കിടിലനായിട്ട് പുള്ളിയാണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് ചെയ്ത പോലെ തന്നെ നന്നായിട്ട് തന്നെ ചെയ്യുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ജോർജ് കുട്ടിയുടെ ആ ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.